തീർച്ചയായും ആളെക്കൊല്ലി നരഭോജിയായ കടുവയുടെ ഭീഷണി അതൊരു പക്ഷേ വലിയ ആശങ്കയാണ് അവിടുത്തുകാർ ഉന്നയിക്കുന്നത്. ആ അടച്ചിട്ട മുറിയിൽ ചർച്ച വേണ്ട എന്നൊക്കെയാണ് അവർ പറയുന്നത്. സ്വാഭാവികമായി അവരുടെ വിഷമത്തിൻ്റെ അല്ലെങ്കിൽ ആ രോഷത്തിൻ്റെ ആശങ്കയുടെ ഒരു പ്രതികരണം എന്നതിനപ്പുറത്തേക്ക് കാതലായതിനെ കാണാനാകില്ല. തീർച്ചയായും കാരണം അത്തരത്തിലൊരു കൂടിയാലോചന നടത്തിയാൽ മാത്രമേ അവരുടെ ആശങ്ക പരിഹരിക്കുന്ന രീതിയിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും മറ്റ് സംവിധാനങ്ങൾക്കും പ്രവർത്തിക്കാനാകൂ. പക്ഷേ രോഷാകുലരായ ജനതതി സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രതിഷേധം അറിയിക്കുകയാണ്. എന്തായിരുന്നാലും വലിയ ആശങ്ക തന്നെയാണ് ഇതിൽ എല്ലാം നിഴലിച്ചു നിൽക്കുന്ന ഒന്ന്. കാരണം നിരന്തരമായി വന്യജീവി ആക്രമണങ്ങൾ ആ കാടിനോട് ചേർന്ന് ജീവിതം ഉള്ളവർക്ക് ഉണ്ടാകുന്നു എന്നുള്ള വസ്തുതയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മാനന്തവാടിയിൽ ഇപ്പോൾ പൊലിഞ്ഞ രാധയുടെ ജീവൻ. അപ്പോൾ ആ രാധയെ ഇന്ന് പുലർച്ചെ കടുവ ആക്രമിക്കുകയായിരുന്നു. കാടിനുള്ളിലാണ് സംഭവം നടന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട് അവിടേക്ക് പോയതാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. സ്വാഭാവികമായും കാടിനുള്ളിലാണ് അവരുടെ ജീവിതവും ജീവിതക്രമങ്ങളും ഒക്കെ രൂപപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് അവരുടെ ജീവിതമാർഗം എന്ന നിലയിൽ ഈ തോട്ടത്തിൽ കാടിനോട് ചേർന്ന സ്ഥലങ്ങളിലൊക്കെ കാപ്പിക്കുരു പറിക്കാനായി പോയത്. ഈ ഒരു സാഹചര്യത്തിലാണ് കടുവയെ ആക്രമിക്കുന്നത്. കടിച്ച് കീറി കൊന്ന നിലയിലായിരുന്നു, ഒപ്പം പാതി ഭക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. തുടർന്നാണ് മന്ത്രി OR കേളു നേരിട്ട് അവിടേക്ക് ഓടിയെത്തി. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ എത്തിയത്. ഇപ്പോൾ സർക്കാർ AK ശശീന്ദ്രൻ അല്പം മുമ്പ് പറയുകയും ചെയ്തു, ആളെക്കൊല്ലി കടുവയെ വെടിവെക്കാൻ അടക്കമുള്ള ഉത്തരവാണ് നൽകിയിരിക്കുന്നത്. എന്താണ് സാധ്യമായത് അതൊക്കെ ചെയ്യും. ആ ജനതയുടെ ആശങ്കകൾ പരിഹരിക്കാൻ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന എല്ലാവിധത്തിലുമുള്ള നടപടികൾ ഏതറ്റം വരെയും പോയി സർക്കാർ ചെയ്യും, സംസ്ഥാന സർക്കാർ ചെയ്യും, സംസ്ഥാന സർക്കാർ ഒപ്പമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കും. അതിൻ്റെ നടപടിക്രമങ്ങൾ എന്നോണമാണ് ആളെക്കൊല്ലിക്കടുവയെ വെടിവെക്കാനുള്ള ഉത്തരവ് വനം വകുപ്പ് ഇട്ടിരിക്കുന്നത്. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ തന്നെ ഇക്കാര്യം വിശദീകരിച്ചു. പിന്നീട് അവിടെ സംഭവ സ്ഥലത്തെത്തി നേരിട്ട് അവിടുത്തെ MLA കൂടിയായ മന്ത്രി OR കേളു അവിടെ നേരിട്ടെത്തി അവിടെ കാര്യങ്ങൾ വിശദീകരിച്ചു. അവർ ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഒപ്പം വനം വകുപ്പുമായി ചേർന്ന് ഇനി ആ കടുവയുടെ ഭീഷണി ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം അതിനൊക്കെയുള്ള ശാസ്ത്രീയമായ മാർഗങ്ങൾ അവിടെ തേടുകയും കൂടിയാലോചിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. പക്ഷേ സ്വാഭാവികമായും അത്തരത്തിൽ ആശങ്കയിലുള്ള ഒരു ജനത സ്വാഭാവികമായും അത്തരത്തിൽ അവരുടെ ആശങ്ക പങ്കുവച്ചുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. അനൂപ് KR, നമ്മളിപ്പോൾ ഉള്ളത് DFO ഓഫീസിന് മുന്നിലാണോ? അവിടെയാണോ പ്രതിഷേധം? പ്രതിഷേധം നടക്കുന്നത് പ്രിയദർശിനി എസ്റ്റേറ്റിന് തൊട്ട് സമീപത്താണ്. പ്രിയദർശിനി എസ്റ്റേറ്റിലേക്കാണ് മൃതദേഹം വനഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് ആക്രമിക്കപ്പെട്ട ആ മൃതശരീരം ഇവിടേക്കാണ് കൊണ്ടുവന്നത്. ഇവിടെ ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോൾ നാട്ടുകാർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഈ പരിസരത്ത് നിന്ന് ഈ ആശങ്ക അകറ്റാനുള്ള നടപടി പെട്ടെന്ന് സ്വീകരിക്കണമെന്നുള്ളതാണ്. ഏതായാലും ഈ സമയം ഈ പ്രതിഷേധം ഇവിടെ നടക്കുമ്പോൾ അകത്ത് സ്ഥലത്തെ ജനപ്രതിനിധികളും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അവർ പ്രതിഷേധം അവിടെ ചർച്ച നടക്കുകയാണ്. അപ്പോൾ ഈ പുറത്താണ് ഈ പ്രതിഷേധം നടക്കുന്നത്. ഏതായാലും കടുവയെ പെട്ടെന്ന് തന്നെ പിടികൂടി ഈ ആശങ്ക അകറ്റിയില്ലെങ്കിൽ പ്രതിഷേധം തുടരും എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ മന്ത്രിതല ചർച്ച ഉള്ളിൽ നടക്കുകയാണ്. ആ ചർച്ചയിന്മേൽ ഒരു തീരുമാനമുണ്ടാകും. സർക്കാർ തലത്തിൽ മന്ത്രിമാരുമായി അല്ലെങ്കിൽ വനംവകുപ്പ് മന്ത്രിയുമായിട്ടെല്ലാം ഒരു ആശയവിനിമയം നടത്തിയാണ് ഈ പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത ഇവിടെ നിന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാവരും തേടുന്നത്. ഏതായാലും പെട്ടെന്ന് തന്നെ കടുവയെ മയക്കുവെടി വെക്കാനുള്ളൊരു തീരുമാനം ഏതായാലും ഉടൻ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇനി എന്താണ് ഈ പ്രതിഷേധത്തിന്റെ അല്ലെങ്കിൽ നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലാണ് തീരുമാനമുണ്ടാവേണ്ടത്. അത് സംബന്ധിച്ച് പ്രാഥമിക തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതിന് നാട്ടുകാരെ അറിയിക്കുന്നതിനുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഏതായാലും അത്തരത്തിൽ ഒരു നടപടി പ്രതീക്ഷിക്കുകയാണ് നാട്ടുകാർ. ആ വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ വരികയാണ്. തീർച്ചയായും അനൂപ്, കാരണം ഈ വനപ്രദേശങ്ങളോടടുത്തുള്ള പ്രദേശങ്ങളിലെല്ലാം അത്തരത്തിൽ വന്യജീവികളുടെ ആക്രമണവും ഭീതിയും ആശങ്കയും ഒക്കെ ആ ജനതയിൽ എപ്പോഴും നിഴലിച്ചു കാണുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായും അത്തരം സംഭവങ്ങളിൽ അവർ വലിയ രോഷാകുലരായി പ്രതികരിക്കുന്നത്. അവരുടെ ആശങ്കയാണ് അവർ പങ്കുവെക്കുന്നത്, ശരിയാണ്. പക്ഷേ ഈ വന നിയമവും വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൻ്റെ നിയമങ്ങളുണ്ട്, നിയമാവലിയുണ്ട്. വയനാട് അത്തരത്തിലൊരു ഭീഷണി ഉണ്ടാകുമ്പോൾ സംസ്ഥാനം എന്ന നിലയിൽ സർക്കാർ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇത് കേന്ദ്രത്തിലെത്തിക്കുകയും കേന്ദ്രത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാൻ നിർണായക റോൾ അവിടുത്തെ MP മാർക്കുണ്ട്. അത് മുൻ MP ആയാലും ഇപ്പോഴത്തെ MP ആയാലും.
അവരൊക്കെ ഇതിനകത്ത് കൃത്യമായി ഇടപെടുന്നില്ല എന്നൊരു പരിഭവവും പരാതിയും നേരത്തെ തന്നെ അവർ ഉന്നയിക്കുന്നതാണ് അവിടുത്തെ ജനത, അല്ലേ അനൂപ്? ഇപ്പോൾ ഇത് സംബന്ധിച്ച് വൈൽഡ് ലൈഫ് വാർഡന്റെ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നു. ഈ ആദിവാസി സ്ത്രീ കൊല്ലപ്പെടാനുണ്ടായ സംഭവത്തിൽ ഉൾപ്പെട്ട കടുവയെ പിടികൂടുകയോ അതിന് കഴിഞ്ഞില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുകയോ ചെയ്യുമെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അറിയിച്ചിരിക്കുന്നു. ഇതിനായി ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ്. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഇപ്പോൾ വൈൽഡ് ലൈഫ് വാർഡൻ അറിയിച്ചിരിക്കുകയാണ്. അതിനുശേഷം നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള അന്തിമ നടപടി സ്വീകരിക്കും. സംഭവം നടന്ന പ്രദേശത്തും വയനാട് ജില്ലയിലെ വനത്തോട് ചേർന്ന മറ്റ് പ്രദേശങ്ങളിലും കൂടുതൽ ജാഗ്രത പുലർത്തുകയും ആവശ്യമായ ദ്രുതകർമ്മ സേനയെ നിയോഗിക്കുകയും ചെയ്യും. സംസ്ഥാനത്തെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വിദഗ്ധരായ ഷൂട്ടർമാരെയും വെറ്ററിനറി ഡോക്ടർമാരെയും അടിയന്തരമായി വയനാട് എത്തിക്കും. ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വളരെ ഒരിക്കൽ കൂടി വായിക്കൂ. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവ് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകിയിരിക്കുകയാണ്. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് കേന്ദ്ര സർക്കാർ മാനദണ്ഡ പ്രകാരം SOP പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ വൈൽഡ് ലൈഫ് വാർഡൻ അറിയിച്ചിരിക്കുന്നത്. കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള അന്തിമ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ വൈൽഡ് ലൈഫ് വാർഡൻ പറയുന്നത്. ഈ പ്രദേശത്തും അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും ജാഗ്രത പുലർത്തും. സംസ്ഥാനത്തെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വിദഗ്ധരായ ഷൂട്ടർമാരെയും വെറ്ററിനറി ഡോക്ടർമാരെയും അടിയന്തരമായി വയനാട്ടിലേക്ക് എത്തിക്കുമെന്നും ഈ വൈൽഡ് ലൈഫ് വാർഡൻ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ KS ദീപയെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അതേസമയം ഈ സമയത്ത് ഈ സ്ഥലത്തിന്റെയും ഈ വനമേഖലയുടെയും എല്ലാം പശ്ചാത്തലത്തിൽ ഇവിടേക്ക് മറ്റ് സംസ്ഥാനങ്ങളുടെ അതിർത്തി ലംഘിച്ച് കടുവ, കാട്ടാന തുടങ്ങിയവ ഈ ജനവാസ മേഖലകളിലേക്ക് എത്താനുള്ള സാധ്യത പരിഗണിച്ച് ആ മേഖലകളിൽ, പ്രത്യേകിച്ച് വനാന്തര അതിർത്തി മേഖലകളിൽ പ്രത്യേക പെട്രോളിംഗ് ഏർപ്പെടുത്തുമെന്നും ഇപ്പോൾ വൈൽഡ് ലൈഫ് വാർഡൻ അറിയിച്ചിരിക്കുകയാണ്. ഏതായാലും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം ഇത് സംബന്ധിച്ചുള്ള ആശങ്കകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പ്രകാരം ഇപ്പോൾ കടുവയെ മയക്കുവെടി വെക്കാനോ വെടിവെച്ച് കൊല്ലാനോ ഉള്ള നടപടി ഇതിനനുസൃതമായി സ്വീകരിക്കുമെന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഉത്തരവ് സാങ്കേതികമായി ഉടൻ പുറത്തിറങ്ങും. ഏതായാലും അത് സംബന്ധിച്ചുള്ള അറിയിപ്പ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. തീർച്ചയായും ആളെക്കൊല്ലിക്കടുവയെ വെടിവെക്കാനുള്ള ഉത്തരവ് സംസ്ഥാനം നേരത്തെ തന്നെ തൊട്ടു മുമ്പ് പ്രഖ്യാപിച്ചതാണ്. അത് മന്ത്രി AK ശശീന്ദ്രൻ പറയുകയും ചെയ്തതാണ്. അതിൻ്റെ ഉത്തരവ് ഇതിപ്പോൾ ഓർഡർ ആയിരിക്കുന്നു. അതാണ് ഇപ്പോൾ അനൂപ് നൽകിയത്. അതായത് ആളെക്കൊല്ലിക്കടുവയെ കേന്ദ്രത്തിൻ്റെ വന്യജീവി വകുപ്പ് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം അത് പാലിക്കുന്ന നിയമവും മാനദണ്ഡവും അനുസരിച്ച് കടുവയെ വെടിവെച്ച് കൊല്ലും, അല്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടാനോ അല്ലെങ്കിൽ കൊല്ലാനോ ഉള്ള ഉത്തരവാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നേരത്തെ മന്ത്രി അത് പറഞ്ഞതാണ്. അതിപ്പോൾ ഓർഡർ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അത് പ്രാബല്യത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ആളെക്കൊല്ലിക്കടുവയെ വെടിവെക്കാൻ തന്നെ ഉത്തരവ്, അത് കേന്ദ്രത്തിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാകും അത്തരത്തിൽ ജനജീവിതം സംരക്ഷിക്കാനുള്ള ആക്ഷൻ എന്നുള്ളതാണ്. ആളെക്കൊല്ലിക്കടുവയെ വെടിവെക്കാനുള്ള തീരുമാനം അത് ഉത്തരവായിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ മന്ത്രി പറഞ്ഞ കാര്യം, മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞ കാര്യം അത് ഉത്തരവായിരിക്കുന്നു എന്നുള്ളതാണ്. ഉത്തരവായി അവിടേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റെ വിവരങ്ങളാണ്, ആ ഉത്തരവാണ്, ആ ഓർഡറാണ് ഇപ്പോൾ അനൂപ് KR വായിച്ചത്. എന്തായിരുന്നാലും വലിയ ആശങ്ക തീർക്കുന്നതാണ് വയനാട് മാനന്തവാടിയിൽ വന്യജീവി ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിയുന്ന കാഴ്ചയാണ് ഇന്ന് നാം കണ്ടത്. മരിച്ചത് വനം വകുപ്പിൻ്റെ താൽക്കാലിക വാച്ചറായ അച്ചപ്പൻ്റെ ഭാര്യ രാധയാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് കാടിനുള്ളിലാണ് അവരുടെ ആവാസ രീതികൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതം അവിടെയാണ് ഉള്ളത്. സ്വാഭാവികമായും അതുകൊണ്ട് വാസസ്ഥലം അവിടെ ആയതുകൊണ്ട് അവർ കൃഷിയുടെ ആവശ്യത്തിനും മറ്റ് ജീവിതമാർഗത്തിനുമായി ആണ് കാട്ടിലേക്ക് പോയത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ആക്രമിച്ചത് ആദ്യഘട്ടത്തിൽ ചില സൂചനകളായി എത്തിയിരുന്നെങ്കിലും പിന്നീട് അത് കടുവ തന്നെയാണ് ആക്രമിച്ചതെന്ന്, നരഭോജി കടുവ തന്നെയാണ് ആക്രമിച്ചതെന്ന് മറ്റ് ഫോറൻസിക് പരിശോധനയിലൊക്കെ വനം വകുപ്പ് വ്യക്തമാക്കി സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ ആശങ്കയുണ്ട്. ആളെക്കൊല്ലിക്കടുവ ആ പ്രദേശത്ത് തന്നെ തുടരുന്നൊരു സാഹചര്യത്തിൽ അത് വീണ്ടും വരാനും ആക്രമിക്കാനുമുള്ള ആശങ്കയുണ്ട്. ആ ആശങ്ക മുൻനിർത്തിയുള്ള
പ്രതിഷേധങ്ങളാണ് അവിടേക്ക് വരുന്നത്. കളക്ടർ അവിടെ നേരിട്ടെത്തണമെന്നൊക്കെയാണ് ആവശ്യം. പക്ഷേ മന്ത്രി OR കേളു അവിടെ സംഭവ സ്ഥലത്ത് തന്നെ ഓടിയെത്തി. ആ സമയത്ത് തന്നെ ഓടിയെത്തുകയും മൃതദേഹം കാട്ടിനുള്ളിൽ നിന്ന് മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയത് മന്ത്രിയാണ്. മറ്റ് ക്രമീകരണങ്ങൾ, അതായത് സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ, ആശങ്ക പരിഹരിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഈ നരഭോജി കടുവയെ ഏത് രീതിയിലാണ് പിടികൂടേണ്ടത്, അതിൻ്റെ ഭീഷണി ഏതൊക്കെ തരത്തിലാണ് ജനങ്ങളിൽ ഉണ്ടാകാതിരിക്കേണ്ടത്, അതിനൊക്കെയുള്ള ക്രമീകരണം, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ സന്ധ്യയാകുന്നതോടുകൂടി, രാത്രിയാകുന്നതോടുകൂടി കൂടുതൽ ഭയപ്പാടിൻ്റെ സാഹചര്യം ജനങ്ങൾക്ക് സ്വാഭാവികമായും ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് വരുത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് മന്ത്രി അവിടെ നേരിട്ടെത്തി വിലയിരുത്തുകയും നേരിട്ട് അതിനുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള നേതൃത്വം നൽകി വരികയായിരുന്നു.